ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് കണ്ണൂരോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മേൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സ്വർണ്ണക്കടയാണ് ചാറ് ഞെട്ടണ്ട, അതൊന്നും വാങ്ങിക്കാനുള്ള കാശൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ എൻ്റെ ബ്രേസ്ലെറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ശരിയാക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ കണ്ണൂർ അരവിന്ദിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് എൻ്റെ ബ്രേസ്ലെറ്റ് ശരിയാക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവർ തന്നെ ഒരു വെള്ളീൻ്റെ കടയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടത്തേക്കാണ് ഞാൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു വെള്ളീൻ്റെ പാദസരം വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് പോയത്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നാലും എൻ്റെ പൈസ കുടുങ്ങുന്ന ഒന്ന് വാങ്ങിക്കണമല്ലോ കരുതി. എന്നാലും മോശമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു പാദസരം തന്നെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം കൂടിയാണ് കേട്ടോ. വലുതായിട്ട് അച്ഛനമ്മയ്ക്കും എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൈസയെ കൊണ്ട്, നമ്മൾ സമ്പാദിച്ചൊരു പൈസനെ കൊണ്ട് ഒരു മുട്ടായി കഷ്ണമെങ്കിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ഇന്ന് അതൊന്ന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡാൻസ് പഠിപ്പിച്ചിട്ട് കിട്ടിയൊരു പൈസ കൂട്ടി വെച്ചതാണ്. അമ്മയ്ക്ക് ഞാനൊരു ബർത്ത്ഡേ ഗിഫ്റ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഞാൻ തലേന്ന് രാത്രി തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു, അമ്മയുടെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം കൂടി നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ടിനെ മേടിച്ചാക്കിയതാണെന്നാണ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, ഏച്ചിയും നേട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രണവാടനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അമ്മ എല്ലാവർക്കും കേക്ക് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനും അനിയനും ഇവിടെ ഇല്ല, അവരെ കുറവ് നന്നായിട്ട് അറിയുന്നുണ്ട്. എന്നാലും അവർ വീഡിയോ കോളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ട്, അവരൊരുപാട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സങ്കടമായി അച്ഛനും അനിയനും ഇല്ല എന്നുള്ളത് കൊണ്ട്. എന്നാലും കുഴപ്പമില്ല, അവരില്ലെങ്കിലും ഞാൻ നന്നായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും കൂടി അമ്മ കേക്ക് പങ്കുവെച്ച് തരുവാണ്. അപ്പോൾ അങ്ങനെ പ്രണവാട്ടം വന്നപ്പം അമ്മയ്ക്ക് ഡ്രസ്സ് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ വന്നപ്പോൾ ഏട്ടൻ കൈ കൊടുത്തു. അപ്പോൾ വീഡിയോയിലൊന്നും ഏട്ടനൊന്നുമില്ല. അതിന് കൂടാതെ ഞാൻ എൻ്റെ ഗിഫ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അമ്മ ഞെട്ടിയിട്ടുണ്ട്, എന്താണെന്ന് അറിയാവുന്ന ഒരു ആകാംക്ഷയിലാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമായി അമ്മയ്ക്ക്. അപ്പം അങ്ങനെ ഞാൻ പാദസരമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം കാലിനൊക്കെ ഇട്ടമ്മ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബർത്ത്ഡേ കേക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കല്ലേ കൂട്ടുകാരെ.